ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി ഡിഷാണ്. നമ്മൾ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, മധുരക്കിഴങ്ങ്. ഈ മധുരക്കിഴങ്ങ് നമ്മൾ സാധാരണ കഴിക്കൽ എപ്പോഴും പുഴുങ്ങിയിട്ട് അതിന് നല്ല ചീരാമുളകും ചെറിയുള്ളിയൊക്കെ ഉള്ള അച്ചാറൊക്കെ കൂട്ടിയാണ്. പക്ഷേ കുട്ടികളൊക്കെ അത് കഴിക്കണമെന്നില്ല, ചില വലിയവരും കഴിക്കണമെന്നില്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും കഴിക്കും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ നല്ലപോലെ വാഷ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി കളയാതെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. ഈ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പം അത്യാവശ്യം ഒന്നും തന്നെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, നമ്മൾ 2 സ്വീറ്റ് പൊട്ടറ്റോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ ഫസ്റ്റ് വണ്ണം തന്നെയാണ് എടുത്തത്. അതിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇത്രത്തോളം ഉണ്ടായിരുന്നു. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. യൂട്യൂബിൽ അന്നപ്പം തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി, എന്തായാലും ഉണ്ടാക്കണം എന്നായി. സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഒന്നും വെറുതെ ആവില്ല. എന്നിട്ട് നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിന് അടുപ്പിച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോ നല്ല പോലെ ഇട്ട് കൊടുക്കുക. മധുരക്കിഴങ്ങ് നല്ല പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഇത് നല്ലപോലെ കുക്കാകാൻ വേണ്ടിയിട്ട് സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഞാൻ സിമ്മ് തന്നെ ഇട്ടിട്ടാണ് ആദ്യമൊക്കെ കുക്ക് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ഞാൻ മീഡിയത്തിലേക്ക് ഇട്ടത്. അപ്പോൾ ഒരു വശം കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറച്ചിട്ടു നല്ലപോലെ കുക്ക് ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേ പോകണം. വീഡിയോ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്താൽ ആർക്കും ഇല്ലാത്തൊരു ഗുണമല്ലേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഗുണമല്ലേ, അത് ചെയ്യാം. അപ്പം ഞാനിത് അത്യാവശ്യം കുക്കായി ഒരുവിധം കഴിയാൻ നേരത്ത് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഒന്ന് ക്യാരമലൈസ് ആയിട്ടൂടി വരും. അന്നപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ വരും. നമ്മുടെ പഴമൊക്കെ ബാക്കിൽ നിൽക്കണം ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.